ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ ചില ബേസിക് കാര്യങ്ങളാണ്. ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ആക്കുമ്പോൾ, ഫസ്റ്റ് എക്സൽ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷീറ്റ് ആയിരിക്കും ഓണായി വരിക. ഇതിൽ ഈ കാണുന്നതെല്ലാം സെൽസ് ആണ്. ഞാനിപ്പോൾ ഒരു സെൽ സെലക്ട് ചെയ്താൽ, ഇപ്പോൾ ഇതിൻ്റെ ഈ സെല്ല് ഈ കോളത്തിൽ 6 റോയിലാണ് ഉള്ളത്. അത് നമുക്ക് ഇതാ മുകളിൽ കാണാം, മനസ്സിലാവും, നെയിം ബോക്സിൽ കാണാം ഈ 6 എന്ന്. അങ്ങനെ ഓരോ സെല്ലിനും ഓരോ നെയിം ബോക്സ് നെയിം ഉണ്ട്, ഓർ അഡ്രസ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇവിടെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് പോകെ പോകെ പറഞ്ഞുതരാം. ഫോർമുലാസ്, പേജ് ലേഔട്ട്, ഇൻസേർട്ട്, ഹോം, ഇതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പിന്നെ ഇതാണ് ഫോർമുല ബാർ. അതായത് നമ്മളിപ്പോൾ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ ഈ ഫോർമുല ബാറിൽ വരും. ഓക്കെ. ഇതിൻ്റെ അപ്പുറത്തുണ്ടാവും നെയിം ബോക്സ് ഉണ്ടാവും, അവിടെ ഈ സെല്ലിൻ്റെ നെയിം ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇത് ക്ലിയർ ചെയ്തിട്ട്, ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഹോം പേജ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ സെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബട്ടൺ പ്ലസ് ഹോം ബട്ടൺ സെലക്ട് ചെയ്താൽ അത് നേരെ A1-ൽ പോകും. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് ആരോ ബട്ടൺ വെച്ച് കൺട്രോൾ ചെയ്യാം. അതായത് ഈ ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് കോളത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ ബട്ടൺ സെലക്ട് ചെയ്യാം. അപ്പോൾ അതാ ലാസ്റ്റ് കോളത്തിലെത്തി, ഫസ്റ്റ് റോയിലെ. ഓക്കെ. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് തന്നെ, അതായത് ലെഫ്റ്റ് ആരോ വയ്ക്കുക, ഫസ്റ്റത്തെ കുളത്തിലെത്തും. ഇതേപോലെ നമുക്ക് താഴോട്ടും പിന്നെ സൈഡിലോട്ടും എല്ലാ സൈഡിലേക്കും നമുക്ക് കൺട്രോൾ പ്ലസ് ആരോ കീസ് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊക്കെയാണ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ താഴെ ഷീറ്റ് 1 എന്നുണ്ട്. നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ പേര് ചേഞ്ച് ചെയ്യാനും പറ്റും. GD, അങ്ങനെ പേര് ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അത് സമ്മിൻ്റെ പറ്റിയാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇതാ നോക്ക്, ഈ ടേബിളിൽ കണ്ടോ, ഈ ഫ്രൂട്ടിൻ്റെ ടേബിൾ, ഫ്രൂട്ടും എമൗണ്ടും കണ്ടില്ലേ? ആപ്പിൾ, ഓറഞ്ച്, ഇങ്ങനെ ഫ്രൂട്ട്സ് കണ്ടില്ലേ? അതിൻ്റെ എമൗണ്ട് ഉണ്ട് അപ്പുറത്ത്. നമുക്ക് ഇതിൻ്റെ സമ്മ് കാണണം. ഇത്രയും എമൗണ്ട്സിൻ്റെ സമ്മ് കാണുന്നുണ്ടെങ്കിൽ താഴെ എല്ലാ ഫോർമുലാസും, എക്സലിലെ എല്ലാ ഫോർമുലാസും ടൈപ്പ് ചെയ്തതിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഈക്വൽ സെലക്ട് ചെയ്ത്, പിന്നെ ഫോർമുലാസ് ഒക്കെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. സമ്മ് സെലക്ട് ചെയ്യണം. നമുക്ക് സമ്മാണ് കാണേണ്ടത്. അപ്പോൾ സമ്മ് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, നമുക്ക് എവിടെ മുതൽ എവിടെ വരെയുള്ളതാണ് അപ്പോൾ നമുക്ക് D3 മുതൽ, അല്ല D4 മുതൽ D4 മുതലാണ് നമുക്ക് കാണേണ്ടത്. D4ൻ്റെ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ D4 വരും. ദെൻ നമ്മളൊരു കോളൻ, ഷിഫ്റ്റ് കോളൻ ഞെക്കിയിട്ട് T7 സെലക്ട് ചെയ്യുക. അപ്പോൾ ആ റേഞ്ച് വന്നു, കണ്ടോ, സമ്മിൻ്റെ റേഞ്ച് വന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ അവിടെ സമ്മ് വരും. ഇതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡാണ്, സമ്മ് കാണുന്നതിൻ്റെ സിമ്പിൾ മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ഈ മീറ്റിൽ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ താഴെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ യെല്ലോ സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് പ്ലസ് ഈക്വൽ സെലക്ട് ചെയ്താൽ അവിടെ ആ ഫോർമുല വരും. ദെൻ ഒരു എൻ്റർ ടൈപ്പ് ചെയ്താൽ അവിടെ സമ്മ് വന്നു. ഓക്കെ.
ഇനി അടുത്തത് പറയാനുള്ളത് സം ഈഫ് ഫോർമുലാസ് ആണ്. അതായത് സം ഈഫ് ഫോർമുല എന്ന് പറഞ്ഞാൽ അതിൽ റേഞ്ച് ഉണ്ടാവും, പിന്നെ അതിലൊരു നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൂടി ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് ഇതിൽ ഗ്രേറ്റർ ദാൻ 15 ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം. ഇതിൽ ഗ്രേറ്റർ ദാൻ 15 ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈക്വൽ ടു ഇട്ടിട്ട് സം ഈഫ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ സം അല്ല, സം ഈഫ് ആണ് കൊടുക്കേണ്ടത്. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യണം. ഞാൻ റേഞ്ച് സെലക്ട് ചെയ്യുന്ന സിമ്പിൾ ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ 50 മുതൽ 20 വരെയുള്ള റേഞ്ച് ഇതിൻ്റെ സമ്മാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ ടോട്ടൽ സം അല്ല, ഇതിൽ ഗ്രേറ്റർ ദാൻ 15 ആയിട്ടുള്ള ഇതിൻ്റെ സമ്മ് മാത്രം. അപ്പോൾ നമ്മൾ ആദ്യം റേഞ്ച് സെലക്ട് ചെയ്താൽ ഇത് കോളൻ D15, ഓക്കെ. ദെൻ ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മൾ ഗ്രേറ്റർ ദാൻ 15 അടിക്കണം, ഓക്കെ. ഗ്രേറ്റർ ദാൻ 15 ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ 100 വന്നു. ഈ 100 എങ്ങനെ വന്നു മനസ്സിലായില്ലേ? ഇതിൽ ഗ്രേറ്റർ ദാൻ 15 ആയിട്ടുള്ളത് 100 മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കൂ, 15 അതിനേക്കാൾ കൂടുതലുള്ളത് 100 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നമ്പറാണ് അവിടെ വരിക, ആ സമ്മാണ് അവിടെ വരിക. ഇനി ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സം ഇഫ് ലെസ് ദാൻ 100 നോക്കാം. ഇത് 100ൽ കുറവുള്ള ഇതിലെ ഈ ഐറ്റംസിൽ 100ൽ കുറവുള്ള എമൗണ്ട്സിൻ്റെ സമ്മ് നോക്കാൻ നമുക്ക്. അതിനും ഫോർമുല സം ഈഫ് ആണ്, ഓക്കെ. സം ഈഫ് ബ്രാക്കറ്റ് റേഞ്ച് സെലക്ട് ചെയ്യാം, കോളം, ദെൻ അടുത്ത ലാസ്റ്റത്തെ റേഞ്ച് ആ സെല്ലും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം കോമ ഇട്ടതിന് ശേഷം ലെസ് ദാൻ 100 ആണ് വേണ്ടത്, ഓക്കെ. ലെസ് ദാൻ 100, ദെൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ 160 എന്ന് വന്നു. അതായത് ഇതിൽ ഈ 100-നെക്കാട്ടും കുറവുള്ള നമ്പേഴ്സ് പ്ലസ് ചെയ്താൽ കിട്ടുന്നതാണ് 160. അതായത് 100 ഉണ്ടാവില്ല. നോക്കൂ, 15 + 14 19, 19 + 15 140, 140 + 20 160. അതാണ് അതിൻ്റെ ആൻസർ, ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്, അതായത് സമ്മ് കാണാനുള്ള സിമ്പിൾ മെത്തേഡാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാർസിൻ്റെ ഇത് കണ്ടില്ലേ, ഈ കാർസിൻ്റെ കാർ ഈ ഐറ്റംസിൻ്റെ ഇതിൽ എമൗണ്ടിൻ്റെ ഫസ്റ്റ് കോളത്തിൻ്റെ അവിടുന്ന് താഴേക്ക് സെലക്ട് ചെയ്യുക. അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ താഴത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ടോട്ടൽസ് സെലക്ട് ചെയ്യുക. ടോട്ടൽസ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ സമ്മ് ഉണ്ടല്ലേ, സമ്മ് സെലക്ട് ചെയ്താൽ അവിടെ 18 എന്ന് വരും, ഉണ്ടോ? അത് ഇതിൻ്റെ സമ്മാണ്, ഓക്കെ. പിന്നെ ഇതിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. നമുക്ക് സമ്മ് ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഈ 15 ഈ എമൗണ്ടിൽ ഈ 15-ഉം 13-ഉം മാത്രം 2 സംഖ്യേൻ്റെ, അതായത് 2 നമ്പേഴ്സിൻ്റെ മാത്രം ടോട്ടൽ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ സമ്മ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ജസ്റ്റ് ഈക്വൽ ടു ഇട്ടതിന് ശേഷം ഈ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ്, പിന്നെ അടുത്ത സെല്ല് സെലക്ട് ചെയ്യുക, ദെൻ എൻ്റർ അടിക്കുക. അപ്പോൾ 18 എന്ന് വരും. അതായത് 15 + 13 18 എന്ന് വരും, ഓക്കെ. ദാറ്റ്സ് ഓൾ. അടുത്തത് വീഡിയോസിൽ അടുത്ത കാര്യങ്ങൾ വരും. നമ്മൾ ഫില്ലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അടുത്ത വീഡിയോസിൽ വരുന്നതാണ്, ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരാം.